Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സുപ്രീം കായ് ആണെങ്കിൽ ലെജൻഡറി Z സ്ക്വാഡിന്റെ അടുത്തേക്ക് ഇപ്പൊ അവനെ കൂട്ടിക്കൊണ്ടുവരും. ഗൊഹാൻ ആണെങ്കിൽ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് വെറും ഒരു മിത്താണെന്നാണ് അവൻ കരുതിയത്. അവൻ ആ സ്വാഡിലേക്ക് നോക്കും, അവന്റെ പൂർണ്ണമായ വിശ്വാസവും പവറും നൽകി അതെടുക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞ് അവനെടുക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം ചെയ്ത ഇവിടെ വിടലിനെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ ഗൊഹാനെ ഓർത്ത് അങ്ങനെയിരിക്കും. മറ്റൊരു ഭാഗത്ത് ബൊൽമയാണെങ്കിൽ ഇപ്പൊ ഗൊഹാനെയും വജീറ്റയും ഒക്കെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഓഫ് കിങ് ആണെങ്കിൽ ബോധം കെട്ട് കിടക്കുന്ന ചീച്ചയെ അവളെ ശുശ്രൂഷിക്കുകയാണ്. ആദ്യം അവളുടെ ഹസ്ബൻഡ് ഗോക്ക് പോയി, ഇപ്പൊ തൊട്ടു പിന്നാലെ അവളുടെ മകനും പോയി. എന്നെ കൊണ്ട് ഇത് സഹിക്കാൻ കഴിയുന്നില്ല, ഒരു കാരണവശാലും ഇത് താങ്ങാനായിട്ട് കഴിയില്ല എന്ന് പറയും. അത് കേട്ട് വിടലാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ വെറുതെ അവൻ മരിച്ചുപോയെന്ന് പറയാൻ പാടില്ല. അവൻ മരിച്ചുപോയെങ്കിൽ അവന്റെ ബോഡി എവിടെ? ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങളെല്ലാം ആവശ്യമില്ലാതെ വെറുതെയാണ് ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ അവളോട് പറയും, അത് സത്യമാണ്, അവൻ മരിച്ചിട്ടുണ്ടാവണം. ഞങ്ങൾക്ക് ആർക്കും അവന്റെ പവർ അത് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സീൻ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഗോഹാനാണെങ്കിൽ മണിക്കൂറുകളായി ആ ഒരു വാള് അത് ആ പാറയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനായി അവന്റെ മുഴുവൻ പവറും കൊടുത്ത് വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആണെങ്കിൽ പിങ്കുമാനോട് ചോദിക്കും, ഇൻ കേസ് ഞാൻ ഈ വാള് അത് പുറത്തേക്ക് വലിച്ചൂരിയെടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? അതിന് പിങ്കുമാൻ പറയും, ഒരു കുഴപ്പം ഉണ്ടാവില്ല, അത് വലിച്ചൂരാനാണ് നിന്നോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാനത് വലിച്ചൂരാന്ന് ഇപ്പൊ ഗോഹാൻ പറയും. അതിന് പിങ്കുമാൻ പറയും, നിന്നെ കൊണ്ടത് കഴിയുമായിരുന്നെങ്കിൽ നീ പണ്ടേ അത് ഊരിയെടുത്തിട്ടുണ്ടാവും. പിങ്കായാണെങ്കിൽ പിങ്കുമാനെ താക്കീത് ചെയ്യും, നീ ഒരു കാരണവശാലും ആവശ്യമില്ലാതെ അവനെ ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. അവന് നമ്മളിപ്പോ കോൺഫിഡൻസ് കൊടുക്കണം. തീർച്ചയായിട്ടും അവനെ കൊണ്ടത് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോഹാൻ, നീ ശ്രമിക്കേ. അത് കേട്ട് ഗോഹാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കിൽ വിശ്വസിച്ച് കൂടുതൽ പവർ ഉപയോഗിച്ച് അത് വലിച്ചൂരിയെടുക്കാൻ ശ്രമിക്കും. അവനാണെങ്കിൽ നല്ല ഫോഴ്സിൽ ആഞ്ഞു വലിക്കും. അവന്റെ കൈ തന്നെ അവൻ തലയടിച്ച് താഴേക്ക് വീഴുകയാണ്. അവന്റെ കൈക്കാണെങ്കിൽ ഒരുപാട് വേദന. ഗോഹാനാണെങ്കിൽ എന്നെ കൊണ്ടത് കഴിയും തോന്നുന്നില്ല എന്ന് പറയും. അവനാണെങ്കിൽ അത് കണ്ട് ഇപ്പൊ ഗോഹാനെ പരിഹസിക്കുകയാണ്. സുപ്രീം കായ് ആണെങ്കിൽ അവനോട് ഒരിക്കൽ കൂടെ ട്രൈ ചെയ്യാനായിട്ട് പറയും. അതിന് ഗോഹാൻ ആണെങ്കിൽ ഓക്കെ, ഞാൻ എന്റെ ഫുൾ പവർ എടുത്ത് ശ്രമിക്കാന്ന് പറഞ്ഞ് സൂപ്പർ സയൻ മോഡിലേക്ക് പോയി എന്റെ ഫുൾ സ്ട്രെങ്ത്തില് ആ സ്വാഡിൽ അങ്ങനെ വലിക്കുകയാണ്. അത് കാണുമ്പോൾ പിങ്കായ് അത്ഭുതപ്പെടും. കാരണം അവന്റെ പവർ കൊണ്ട് കാൽ വെച്ച ആ ഭാഗം പോലും തകർന്നു പോവാണ്. ഓ നോ, ഇതെനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല, ഇവൻ ഇത്രയും ശക്തിയോ? അങ്ങനെ പതിയെ ഗോഹാനാണെങ്കിൽ അവന്റെ ഓൾമോസ്റ്റ് മുഴുവൻ പവറും കൊടുത്ത് ആ സ്ക്വാഡ് അങ്ങനെ വലിച്ചൂരി എടുക്കുകയാണ്. അത് കണ്ട് പിങ്കുമാനും സുപ്രീം കായ് ഞെട്ടും. പിങ്കുമാനാണെങ്കിൽ അത് സ്വപ്നമാണോ മിഥ്യയാണോ എന്ന് മനസ്സിലാവില്ല. ഓ നോ, ഇത് സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. അവനെ കൊണ്ടെങ്ങനെ ഇത് സാധിച്ചു? വെറും ഒരു മനുഷ്യന് Z സ്ക്വാഡ് എങ്ങനെ എടുക്കാനായിട്ട് കഴിഞ്ഞു? അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അവരെല്ലാവരും മറ്റൊരു ഭാഗത്തേക്ക് വരികയാണ്. സുപ്രീം കായ് ആണെങ്കിൽ ഗോഹാനോട് പറയും, കൊണ്ടത് എടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു, അതൊന്ന് കറക്കാൻ പറ്റുമോ നോക്ക്. ഉടനെ ഗോഹാനാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത് കറക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് പുറകിലേക്ക് വളഞ്ഞ് ഗോഹാൻ അങ്ങനെ ബെൻഡായിട്ട് നിൽക്കുകയാണ്. ഈ വാളിന് എപ്പോഴും ഇത്രയും ഭാരം ഉണ്ടാവുമെന്ന് ചോദിക്കും. അതിന് സുപ്രീം കായ് പറയും, ഉണ്ടാവും, ട്രെയിനിങ് എടുത്ത് നീ അത് ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യണം. ഗോഹാൻ ആണെങ്കിൽ തറപ്പിച്ചു പറയും, ഇത്രയും ഭാരമുള്ള ഒരു സ്വാഡുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇത് ഭയങ്കര കട്ടിയാണ്, എനിക്കിത് ഉയർത്താൻ പോലും പറ്റുന്നില്ല. ഇത് ശരിക്കും ഞാൻ ഉപയോഗിക്കുന്ന സ്വാഡ് തന്നെയാണോ? അത് കേട്ട് പിങ്കുമാനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ലെജൻഡറി സ്വാഡിനെ അപമാനിച്ച് സംസാരിക്കും. ആക്ച്വലി ഈ ഒരു സ്വാഡ് ഉപയോഗിച്ച് മാജിക് ബൂ അല്ല അച്ഛനെ വരെ കൊന്നു കളയാനായിട്ട് കഴിയും. പക്ഷെ അത്രയും പവറും ശക്തിയുള്ളവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയൂ. നിനക്കതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നീ ഈ സ്വാഡുമായിട്ട് പോരാടിയാൽ തോറ്റു പോവുക തന്നെയുള്ളൂ. അതിൽ തർക്കമൊന്നുമില്ല. ഗോഹാൻ ആണെങ്കിൽ അത്രയ്ക്ക് വലിയ ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്വാഡൊന്ന് എടുത്തു നോക്കാൻ പറഞ്ഞ് ഇപ്പൊ ഗോഹാൻ ആണെങ്കിൽ ആ സ്വാഡ് ഇപ്പൊ പിങ്കുമാന്റെ കയ്യിൽ കൊടുക്കും. ആളാണെങ്കിൽ അത് പിടിക്കേണ്ട താമസം കൈവിട്ട് താഴേക്ക് വീഴും. ആണെങ്കിൽ ആ കാഴ്ച കണ്ട് പൊട്ടിച്ചിരിക്കും. ഇത്രയും നേരവും വലിയ വീരവാദമൊക്കെ അടിച്ചിരുന്നല്ലോ, എന്തുപറ്റി അത് പിടിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ലേ? അതിന് ഭയങ്കര നമാണ്, ആർക്കും അത്ര ഈസി ആയിട്ട് അത് പിടിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്കത് മനസ്സിലായില്ലെന്ന് ചോദിക്കും. ഉടനെ പിങ്കുമാൻ ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് അത് എടുക്കാനായിട്ട് ശ്രമിക്കും. ആണെങ്കിൽ ഒരുപാട് നേരം ആ ഒരു സ്വാഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവന്റെ കൈക്ക് നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട്. അതേസമയം പിങ്കുവാനാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതെടുക്കാൻ കഴിയാതെ മുഴുവൻ റെഡായി മാറുകയാണ്. തൽക്കാലം ഞാനിത് എടുക്കുന്നില്ല, നീ തന്നെ എടുത്തോളാനായിട്ട് പറയും. ഉടനെ ഗോഹാൻ ആണെങ്കിൽ അവനെ കളിയാക്കും. എന്തുപറ്റി, തോൽവി സമ്മതിച്ചോ? നിന്റെ കൈ കാണുമ്പോൾ തന്നെ അറിയാം ആ സ്വാഡ് എടുക്കാനായിട്ട് എത്രമാത്രം പ്രയാസം നേരിടേണ്ടി വന്നുവെന്ന്. സോ കാര്യം ആദ്യം നീ മനസ്സിലാക്കണം, അത് ഉപയോഗിക്കാൻ വളരെ പ്രയാസമാണ്. ട്രെയിനിങ്ങിലൂടെ മാത്രമേ അതെനിക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതാ ഇവിടെ ഗോക്കു ആണെങ്കിൽ ട്രങ്ക്സിനോടും അതുപോലെ കോട്ടനോടും പറയും, നിങ്ങൾ രണ്ടുപേരും ഫുൾ പവറിൽ വേണം ആ ഒരു ഫ്യൂഷൻ പവർ യൂസ് ചെയ്യാനായിട്ട്. ഫ്യൂഷൻ പവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ 30 മിനിറ്റ് മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റൂ. അതിനുശേഷം വീണ്ടും നിങ്ങൾ നോർമലായി മാറും. പിന്നീട് നിശ്ചിത സമയത്തിനുള്ളിൽ വീണ്ടും ഫ്യൂഷൻ ടെക്നിക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. പക്ഷേ നിങ്ങളെ കൊണ്ട് നല്ല പവർ ജനറേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫ്യൂഷനിലേക്ക് പോയി ആദ്യത്തെ 30 മിനിറ്റ് കൊണ്ട് തന്നെ ആ വില്ലന്മാരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. സോ ഇപ്പോൾ തന്നെ ട്രെയിനിങ് എടുക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ആദ്യമായിട്ട് നിങ്ങൾ സൂപ്പർ സയൻ മോഡിലേക്ക് പോകും.
അവരാണെങ്കിൽ അത് കേട്ട് ഒന്നും മിണ്ടാതെ അല്പനേരം ഗോകുവിനെ തന്നെ തുറച്ചു നോക്കും. അതിനുശേഷം ട്രങ്ക്സ് ചോദിക്കും, എന്റെ അച്ഛനും ഗോഹാനും മരിക്കുന്ന സമയം നിങ്ങൾ എവിടെയായിരുന്നു? ഗോകു പറയും, ഞാൻ മയക്കത്തിലായിരുന്നു. ട്രങ്ക്സ് ആണെങ്കിൽ ഷോക്കാവും. ഇത് ഞാൻ ഒരു കാരണവശാലും വിശ്വസിക്കില്ല. ഗോട്ടൻ ആണെങ്കിൽ തീർത്തു പറയും, അവർക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ പോകാതിരുന്ന നിങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ നല്ല ട്രെയിനിങ് തരും? ഉടനെ പിക്കലോ ആണെങ്കിൽ അവരോട് ദേഷ്യപ്പെടും. ഗോകു ആണെങ്കിൽ ശാന്തമായിട്ട് പറയും, ശരിയാണ്, എനിക്ക് വലിയ പവറൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് മാത്രമേ വരെ തോൽപ്പിക്കാനായിട്ട് കഴിയൂ. ഗോഹാനെയും വെജീറ്റയെ ഇല്ലാതാക്കിയതിൽ എനിക്ക് അവരോടും ഒരുപാട് അമർഷമുണ്ട്. ഗോകു അത് പറയുന്ന അതേസമയം ബാബിഡി ആണെങ്കിൽ വീണ്ടും അടുത്ത അനൗൺസ്മെന്റുമായിട്ട് വരികയാണ്. ഞാനാണ് ദുർമന്ത്രവാദി ബാബിഡി. ഞങ്ങളിപ്പോ വലിയൊരു ടൗണിന് മുൻപിലാണ് ഉള്ളത്. ഞാൻ പറഞ്ഞ ആ പിക്കലോ, കോട്ടൻ, ട്രങ്ക്സ് അവർ 3 പേരും ഇത്രയും വേഗം ഞങ്ങൾക്ക് പിടി തന്നിട്ടില്ലെങ്കിൽ ഈ ഒരു വലിയ സിറ്റി അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് നശിപ്പിക്കും. ട്രങ്ക്സ് ആണെങ്കിൽ ഗോട്ടനോട് പറയും, അവൻ വിളിക്കുന്നത് നമ്മളെയാണ്. നമ്മൾ എന്തുകൊണ്ടായിരിക്കും അവൻ അന്വേഷിക്കുന്നത്? അതിന് ഗോട്ടൻ പറയും, എനിക്ക് അവനെ കാണാൻ കഴിയുന്നുണ്ട്. കണ്ണടച്ചാൽ നിനക്കും അവനെ കാണാൻ പറ്റും. പിക്കലോ ആണെങ്കിൽ വീണ്ടും ഷോക്കായിട്ട് അവരോട് പറയും, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത്. ഇവിടെ ബാബിഡി അവനാണെങ്കിൽ കൺട്രോൾ പോവും. ഇതുവരെ എനിക്ക് അവരുടെ പക്കൽ നിന്നും യാതൊരു ഇൻഫർമേഷനും വന്നിട്ടില്ല. അവരിപ്പോഴും ഒളിച്ചിരിക്കുകയാണ്. ഒളിച്ചിരിക്കുന്തോറും ഇവിടെയുള്ള ജനങ്ങളുടെ വിധി അത് മാറാൻ പോവുകയാണെന്ന് പറഞ്ഞ് ബാബിഡി ആണെങ്കിൽ മാജിക് ബൂവിനോട് അവിടെയുള്ള ജനങ്ങളെല്ലാം ചോക്ലേറ്റ് ആക്കി മാറ്റി കഴിക്കാനായിട്ട് പറയും. മാജിക് ബൂ ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം എല്ലാവരെയും പ്ലേറ്റ്സ് ആക്കി മാറ്റുകയാണ്. ആ കാഴ്ച കണ്ട നമ്മുടെ ട്രങ്ക്സും ഗോട്ടനും അവർ 2 പേരും ദേഷ്യപ്പെട്ട് അലറാനായിട്ട് തുടങ്ങും. ട്രങ്ക്സ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഓ നോ, ആ ബാബിഡി അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ എല്ലാവരെയും ചോക്ലേറ്റ്സ് ആക്കി മാറ്റി ആ മാജിക് ബൂവിന്റെ സഹായത്താൽ അവരെ എല്ലാവരെയും തിന്നുകയാണ്. മാജിക് ബൂ ആണെങ്കിൽ ചോക്ലേറ്റ്സ് എല്ലാം തിന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആ വലിയ സിറ്റി അതങ്ങനെ തകർത്ത് കളയുകയാണ്. വാവ്, ശരിക്കും അടിപൊളിയായിരുന്നു. മാജിക് ബൂ ഒരുപാട് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട് തന്നെ അവന്റെ വയറ് ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു വലിയ സിറ്റി അത് ലക്ഷ്യമാക്കി ഞങ്ങൾ പോവുകയാണെന്ന് അവിടെയാണെങ്കിൽ വിളിച്ചു പറയും. അത് കേട്ട് ഇപ്പൊ ട്രങ്ക്സ് ആണെങ്കിൽ ബാബിഡിയോട് സംസാരിക്കുകയാണ്. ബാബിഡി, ഇത് ഞാനാണ് ട്രങ്ക്സ്. ഓ, നിങ്ങൾക്കിപ്പോഴാണോ മറുപടി തരാനായിട്ട് തോന്നിയത്? അതിന് ഗോട്ടൻ പറയും, ഞാൻ ഗോട്ടനാണ്. ഞാനും ട്രങ്ക്സിനോടൊപ്പം ഉണ്ട്. ഞങ്ങൾ 2 പേരും ട്രെയിനിങ് ചെയ്യുകയാണ്. ഇത്രയും വേഗം ഞങ്ങൾ ട്രെയിനിങ് ഒക്കെ എടുത്ത് പവർഫുള്ളായി നിന്നെ കൊല്ലാനായിട്ട് മടങ്ങി വരും. അത് കേട്ട പിക്കലോ ആണെങ്കിൽ ട്രങ്ക്സിനോടും ഗോട്ടനോടും പറയും, കൂടുതൽ സംസാരിക്കാൻ പാടില്ല, നമ്മളുടെ ലൊക്കേഷൻ അവ കണ്ടെത്തും. ഇവിടെയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ ചെക്കന്മാരോട് നിങ്ങൾ എവിടെയാണോ ഉള്ളതെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിനവരാണെങ്കിൽ മറുപടി പറയില്ല. ഇവിടെ ഗോകു ആണെങ്കിൽ ഫ്യൂഷൻ ടെക്നിക്ക് അത് എത്രയും വേഗം അവരോട് പഠിച്ചെടുക്കാൻ ട്രങ്ക്സിനോടും പറയും. അവരാണെങ്കിൽ അതിന് തയ്യാറാവും. ഗോകു ആണെങ്കിൽ അവരോട് 2 പേരോടും സൂപ്പർ സയൻ മോഡിലേക്ക് പോകാനായിട്ട് പറയും. അവരാണെങ്കിൽ അത് കേട്ട് അവരുടെ സൂപ്പർ സയൻ മോഡിലേക്ക് പോയി പവർ അങ്ങനെ കൂട്ടിക്കോട്ടി കൊണ്ടുവരും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇവിടെ പവർ ഇങ്ങനെ കൂടി വരുന്നത് കണ്ട് ഭയപ്പെടുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ വിടലിനോടും ബാക്കിയുള്ളവരോടും പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ട്രങ്ക്സും അതുപോലെ കോട്ടനും അവർ 2 പേരും പവർ അങ്ങനെ റിലീസ് ചെയ്ത് ഫ്യൂഷൻ ടെക്നിക്ക് അത് പഠിക്കാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ ട്രങ്ക്സിനോട് പറയും, നിനക്ക് കോട്ടനെ കഴിഞ്ഞു ഒരല്പം പവർ കൂടുതലാണ്. സോ നീ അവന്റെ പവർ ലെവലിനനുസരിച്ച് പവർ കൺട്രോൾ ചെയ്യണം. ഇവിടെ ട്രങ്ക്സ് ആണെങ്കിൽ അതനുസരിച്ച് അവന്റെ പവർ ലെവൽ കൺട്രോൾ ചെയ്യുകയാണ്. ഗോട്ടൻ ആണെങ്കിൽ ട്രങ്ക്സിനോട് പറയും, എന്നെ കൊണ്ട് നിന്റെ അത്രയും പവറിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഗോകു ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും, നീ അവനെ കഴിഞ്ഞ് കുഞ്ഞല്ലേ, അതാണ് അത്രയും ലെവലിൽ നിനക്ക് എത്താൻ കഴിയാത്തത്. ഉടനെ ബുൽമയാണെങ്കിൽ അവിടേക്ക് കടന്നു വരും. എന്റെ മകന്റെ പവർ അത് കുറയ്ക്കാനായിട്ടൊന്നും പാടില്ല. വേണമെങ്കിൽ കോട്ടന് ട്രെയിനിങ് കൊടുത്ത് അവന്റെ പവർ കൂട്ട്. മൊട്ടപ്പനാണെങ്കിൽ അവളെ തടയും. നീ വെറുതെ ട്രെയിനിങ്ങിന്റെ ഇടയിൽ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത്. മൊട്ടപ്പനാണെങ്കിൽ ബുൽമയെ തൂക്കിയെടുത്ത് പുറത്തിട്ട് ഡോർ ലോക്ക് ചെയ്യാണ്. അതിനുശേഷം ചെറുപ്പത്തിൽ ഗോകുവും അവനും ട്രെയിനിങ് എടുത്ത കാര്യം അവൻ ആലോചിക്കും. കട്ട് ചെയ്ത ഇവിടെ ആ മാജിക് ബൂ അവനാണെങ്കിൽ ഓരോരോ സിറ്റികളായിട്ട് തകർത്ത് ിലൂടെ വരുന്ന കാറുകൾ അത് തടുത്തു നിർത്തി അതങ്ങനെ ചവിട്ടി തകർക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഈ കാര്യങ്ങളെല്ലാം ടിവിയിലൂടെ കാണുകയാണ്. ട്രങ്ക്സുമായിട്ടും അതുപോലെ തന്നെ ഗോട്ടനുമായിട്ട് ഫൈറ്റ് ചെയ്ത ആ കുട്ടികളുടെ അമ്മ. അവരാണെങ്കിൽ ഇപ്പോ അവരുടെ മക്കളോട് പറയും, എത്രയും വേഗം ട്രങ്ക്സിനെയും ഗോട്ടനെയും ആ ബാബിഡിക്ക് കാണിച്ചു കൊടുക്കണം. സോ നമുക്ക് അവനെ കോൺടാക്ട് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞ് അവരതിനുള്ള ശ്രമം ആരംഭിക്കും. ആ ലേഡി ആണെങ്കിൽ ബാബിഡിയെ കോൺടാക്ട് ചെയ്ത് ട്രങ്ക്സ് ഉള്ളത് ദ മാജിക് കോർപ്പറേഷൻ ബിൽഡിങ്ങിലാണെന്ന് ഇപ്പോ ബാബിഡിയോട് പറഞ്ഞു കൊടുക്കും. ട്രങ്ക്സിനെയും ഗോട്ടനെയും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്റെ മക്കളെ ചതിച്ചാണ് അവര് ആ മത്സരത്തിൽ ജയിച്ചതെന്ന് പറഞ്ഞ് ലേഡി ആണെങ്കിൽ നിർത്താതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് കേട്ട് കൺട്രോൾ പോയ ബാബിഡി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഒന്ന് നിർത്തുതള്ളേ, എനിക്കിത് കേട്ടുകൊണ്ടിരിക്കാൻ ഒട്ടും സമയമില്ല. ആ ലേഡിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടില്ല. ഗോകു ആണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അതേസമയം ബാബിഡി ആണെങ്കിൽ ആ സുപ്രധാന ഇൻഫർമേഷൻ എല്ലാവരും അറിയിക്കും. ക്യാപ്സ്യൂൾ കോർപ്പറേഷനിലാണ് ട്രങ്ക്സ് ഉള്ളത് എന്ന സുപ്രധാന വിവരം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ലക്ഷ്യം അത് ആ സിറ്റിയാണെന്ന് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.